ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പ്രേതശല്യമുണ്ടെന്ന് പറയുന്ന വീട്ടിൽ 3-ാം യാമത്തിൽ ഒരു പൂജ നടക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. അതിന്റെ സഹായത്തിനായി വിളിക്കുന്ന പരികർമ്മിക്ക് ഇവിടെ ചില പണികൾ ഒരുങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൽ മാത്രമായി പ്രാങ്ക് പണികൾ ഒതുങ്ങുന്നില്ല. അല്ല, നേരത്തെ അവരെ പേടിപ്പിക്കേണ്ടി നോക്കിയില്ലേ? ബിഗ് സർപ്രൈസ് ഒരുക്കിയിരിക്കുന്ന ഓ മൈ ഗോഡ് പ്രാങ്ക് പ്ലാൻ എപ്പിസോഡ് ഇതാ. ലൈറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലൈറ്റ് നല്ല മാറ്റി ഇട്ടത്. പിന്നെ നീ ചൂലെടുത്താണ് തൂത്താണ് ഇങ്ങോട്ടിരിക്കണേ. നീ ഇവിടെ ഇരി. ഇവിടെ കിഴക്കോട്ട് നോക്കി എന്തൊക്കെ ചെയ്യാവൂ. അതൊക്കെ അപ്പൊ നമ്മൊക്കെ ഇരിക്കുന്നു. അരക്കാം, നമുക്ക് അങ്ങനെ അരക്കാം. നമുക്ക് ജോലി നമ്മൾ ചെയ്തിട്ട് പോവാം. ഈ പൂവൊക്കെ എടുത്ത് വയ്ക്കണം. പോയിട്ട് രാവിലെ 2:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. കളം വരയ്ക്കണം. കളം വരച്ചിട്ട് കളം വര ഞാൻ വരച്ചോളാം. നീ എന്നെ സഹായിച്ചു തന്നാൽ മതി. എന്ത് സംഭവം എന്നറിയാം? ഇത് ക്രിയയാണ്. വീട്ടിലെ പഴയ വീടാണ്. ഇവിടെ ഉന്മാനം സംഭവിച്ചതാണ് പറയണത്. ഇവിടെ ഓ, അത് നീ പേടിക്കുന്ന. നീ ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ? ഇതേപോലെ എന്തോന്നട്ടെ ഇങ്ങനെയൊക്കെ പറയണേ? നീ ധൈര്യമായിട്ടില്ലേ ഇങ്ങനെ നമ്മൾ. അപ്പം ഇത് ഇവിടെ എന്താ പ്രശ്നമാണ്? ആ കൊച്ചിൻ്റെ എന്തോ സംഭവം എന്താ ശല്യം. അപ്പം അത് ഒഴിക്കാൻ വേണ്ടിയാണ് പോറ്റി ഇതെടുത്തത്. അപ്പം നാളെ രാവിലെയാണ് പൂജ. ഇങ്ങനെയൊക്കെ കൊണ്ടുവരണത് അവരല്ലേ കർമ്മം ചെയ്യണത്. അവിടെ നിന്ന് പൈസ വാങ്ങാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് തമിഴ്നാട് ഈ തിരിച്ച് ഭാഗത്ത് അവിടെ പോയി എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക്. അപ്പം എൻ്റെ കൂടെ ഒരു പയ്യനെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. അപ്പോൾ പോറ്റി രാവിലെ വരുള്ളൂ. രാത്രി നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്ത് വെച്ച് എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങും. 2:30 അത് പുറത്ത് കിടന്ന് ഉറങ്ങാൻ പാടില്ല. പക്ഷേ ഞാൻ തിരിച്ചിൽ വെച്ച് അവർ കിടന്ന് ഉറങ്ങി. ഞാൻ ഇതേപോലെ സ്ഥലത്ത് കിടക്കണ്ടേ. ഇതിൻ്റെ മുകളിലൊന്നും ഇല്ലായിരുന്നു. രാത്രി ഒരു നിലക്കുളമൊക്കെ ഒന്നിൻ്റെ തലയിലിരുന്നു. അവിടെ കണ്ടോ ഒരു പാടുണ്ടോ? കണ്ടേ? ഞാൻ നിലവിളക്ക് വീഴുന്നതാണ്. നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസം വല്ലതും ഉണ്ടാ? വിശ്വാസം അങ്ങനെയല്ല. പേടിയുണ്ട്. പേടിയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. നല്ല പേടിച്ചു. പിന്നെ ഇപ്പം അത് ശീലമായി. അപ്പൊ പിന്നെ ഞാൻ പ്രതീക്ഷിക്കും എന്തെങ്കിലും സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. 2 മണിക്ക് വരൂ. 2:30 ആകുമ്പോൾ വരും. അതൊക്കെ കറക്റ്റ് സമയത്തെത്തും. കാരണം ഒരു സമയം ഉണ്ടാ. പിന്നെ കണ്ടുപോയാടാ കണ്ടു. ഇത് മറ്റേ എന്താ പറയാ നമ്മളെ എന്താടാ കാട്ടു വയ്ക്കൂടെ? ഇത് പവർ കട്ടൊക്കെ ആയിരിക്കൂടാ. പവർ കട്ടി എന്തിന് ഭയങ്കര സൗണ്ട് കേട്ട്. ഇരിക്കടാ. നീ കുഴപ്പമില്ലെന്നേ. ഏട്ടാ ഇരിക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തോന്ന് കേട്ടോ ഇത്? നിന്റെ പോക്കറ്റ് ചില്ലറ പൈസ എന്റെ ഇല്ല ഏട്ടാ. കണ്ട ഇല്ല. നീ ചുമ്മാ എന്നെ പഠിപ്പ തോന്നിയത്. ചേട്ടൻ എന്തോന്ന് കേട്ടോ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്? ചുമ്മാ പ്രശ്നം. ചേട്ടൻ എന്തോന്ന് കേട്ടോ ഇത്? നീ അവിടെ ഇരിക്കണം. പേടിക്കാതെ ഇരിടായിട്ട്. തോന്നിയതായിരിക്കാം ചിലപ്പോൾ. തോന്നിയതാ? തോന്നിയതായിരിക്കാൻ പറ്റും. ചേട്ടൻ പൂവിച്ചിടാ.
നീ പേടിച്ചാണ് ഇതിപ്പം തോന്നിയതാ, നീ കേട്ടില്ലേ ഇത്? അത് അപ്പുറത്തെ ആൾക്കാരുണ്ട്. അപ്പുറത്ത് നിന്റെ അവിടെ ഇരിക്കണം. നീ ഇരി. ചേട്ടൻ കൊണ്ട് ചേർന്നിരി ആദ്യം. എന്ത് നീ ഇത്രക്ക് പേടിക്കാടാ? ഇല്ല പേടിക്കൂല. ഞാൻ അവിടെ ഉണ്ടോ? ഉണ്ട് കേട്ടോ, ഉണ്ട്. എനിക്ക് പേടി വന്നാൽ മാത്രം നീ പേടിച്ചാ. എനിക്കെന്ത് പേടി? ആര്? ഏയ്, കിറ, എന്നെ വിടടാ. വിടടാ. അയ്യോ എന്താ? അയ്യോ ചേട്ടാ, ഇതാരും കേട്ടത്? അയ്യേ എന്താടാ ചെയ്യണം? എന്താണ്? അയ്യേ, യാലാണ് മുഖത്ത് ഒരു കുരുവുള്ള ഒരു പെണ്ണ്. അയ്യേ, എനിക്ക് ഇതെന്താ പുകയൊക്കെ പറഞ്ഞ? പോകാൻ നിന്റെ വീട് എവിടെ കറക്റ്റാ? എന്റെ വീട് അപ്പുറത്താ. നീ കാര്യം പറഞ്ഞ ആരും വന്ന് നിന്നില്ലടാ. അണ്ണാ, എന്നെ കൂടുതൽ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കാൻ നിൽക്കല്ല, മനസ്സിലായി? എന്താണ് കാര്യം പറ? ഇതൊരു പെണ്ണാണ്, മനസ്സിലായ? നീ എന്നെ കൂടുതൽ ഇവിടെ വിളിച്ചോണ്ടോന്നേ? എന്നോട് കാണിക്കാൻ നിക്കല്ല, മനസ്സിലായി? ഇതൊരു പെണ്ണ്. ഇത് യാത് രക്ഷിക്കടാ മുഖത്ത് കുരുവുള്ളേ. നീ എവിടെ പോണ? അവിടെ നില്ല. നീ എവിടെ പോണ? നീ അവിടെ നില്ലേ? ഞാൻ കണ്ടില്ല, മൂത്ത് കുരു ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ പൊട്ടനാ, ഞാൻ അന്തനാ. എന്റെ തലയിലെടുത്ത് അടിച്ചളാ ഞാൻ. നീ എന്നെ ചൂടാമായി. അയ്യോ, നീ നിനക്ക് യക്ഷിയെ കാണണോ? ഞാൻ നിനക്ക് കാണിച്ചു തരണോ? ഞാൻ യക്ഷി അങ്ങനെ കണ്ടില്ല, നീ കണ്ടോണ്ടാ? പരിപാടി ഞാൻ കാണിക്കും. ഇടിച്ചിന്റെ മുഖം പൊട്ടിച്ചളെങ്കിൽ ഉള്ള സുഖം കാണിച്ച് എന്റെ അണ്ണന്റെ സ്ഥാനം വെച്ചാണ് പറഞ്ഞ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ജീവിതം കണ്ടി നമുക്ക് അവിടെ ഇല്ലല്ലോ, അപ്പൊ ആരും ഇല്ലല്ലോ. എടാ, യാത് യക്ഷി മുഖത്ത് കുരു പറഞ്ഞേ. പറഞ്ഞാടാ, നീ അവൻ വിളിച്ചിട്ട് വന്ന ഇനിയിപ്പോ എന്തൊരു പ്രശ്നം? അണ്ണാ, ഞാൻ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ഞാൻ ജോലി തിന്നണ എന്നെ ഈ രാത്രി രാമൻ ഇവിടെ വിളിച്ചോണ്ടോന്ന്. ഇത് അവിടെ പുറത്ത് ഉണ്ടാ? അതല്ലേ മുഖത്ത് കുരുവുള്ള ഒരു ഞാൻ പറഞ്ഞു. എന്തിനാണ് പറ്റിക്കാണ് നിന്നെ ഇവിടെ വിളിച്ചോണ്ടോന്ന്? ഇവിടെ അരിയണം പണിക്ക് വിളിച്ചാലോ? അവിടെ പണിക്ക് വിളിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു യക്ഷി. ഇത് യക്ഷിയാ, അവള് യക്ഷിയാ. അയ്യോ, ഇത് പോകാ എന്തിരുത് കറണ്ട് പോണ്. നീ അണ്ണ ആദ്യം പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിച്ചു. ഇത് രണ്ടാം തീയതി എന്തിനാണിത്? ഞാൻ പോണ്. ഞാൻ നിന്റെ അനിയണ്ണ വിളിച്ചിട്ട് പോവാം. അനിയണ്ണ ബാക്കി കാര്യം വീട്ടിൽ ഞാൻ പോയി കൊടുത്തോളാം. ഞാൻ പോണണ്ണ. അവിടെ ഇറങ്ങണ്ട, വല്ല പ്രശ്നം ഉണ്ടെങ്കിലാ? എന്നാ നീ കൂടെ വാ നീ. നിന്നെ അങ്ങ് ആക്കാന്നറിയാം. എവിടെ? അല്ലേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എനിക്കറിയാം. എന്റെ കയ്യിൽ ബസ് വിളിക്ക് പൈസ ഉണ്ട്, ഞാൻ പൊക്കോളാം. എനിക്ക് ഒരുത്ത പക്ഷെ നിന്നെ എവിടെയും കണ്ട മനസ്സിലായി? എനിക്ക് 2 പിള്ളേരെ കിടക്കണ ഞാനാണ്, മനസ്സിലായ? നിന്നെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട എന്റെ സ്വഭാവം മാറും, അറിയാല്ല? ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങി എന്നെ എന്തിനാണ് എന്നെ വിളിച്ചോണ്ട് പറഞ്ഞേ? അതുകൊണ്ട് കർമ്മ ഉള്ളോണ്ടല്ലേ വിളിച്ചത്. കർമ്മം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് യക്ഷി എന്ന് പറഞ്ഞാൽ ലോക പൊട്ടനാ ഞാൻ. കണ്ടിട്ടുണ്ട്? നീ ഒറിജിനൽ യക്ഷിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കർമ്മത്തിന് പോണ സംഭവം. കർമ്മത്തിന് അത് നിങ്ങളെ ജോലി, അത് നിങ്ങളെ ആവശ്യം, അത് മനസ്സിലായി? ഇതേപോലെ യക്ഷി എന്ന് പറഞ്ഞ് ഈ മുഖത്ത് കുരുവുള്ള യക്ഷി. ഞാൻ പോണെണ്ണ. നില്ല അനിയണ്ണ വിളിച്ചിട്ട് പോവാം. അനിയെ വിളിച്ചിട്ട് പോവാ. വിളിക്കുന്ന ആര്? രണ്ടാമത്തെ അനിക്കുള്ള ഞാൻ രണ്ടാമത് കൊടുത്തോളാം. ചേടേ, പിന്നെ അനിയണ്ണ നീ അങ്ങോട്ട് നീ എന്തോ സാറേ ഇത്? അവൻ എന്തൊരു വിളിച്ച് ഇറങ്ങിട്ട് പോയത്? എത്ര ചീത്ത വിളിച്ച് നിങ്ങൾ കേട്ടില്ലേ? അത് നിങ്ങളൊന്നും അറിയാത്തല്ലോ എന്നോട് സംസാരിച്ചാ? അവളോടെ പാർവതി ഇവിടെ. പാറു, ഇവാ, നീ എന്തോന്ന് ഇങ്ങോട്ട് കയറി നിന്നാ? ഞാൻ ഇത് ഇത്രയും അടുത്ത് കയറി നിൽക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഇത്രയും അടുത്ത് കയറി നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് ഈ ലൈറ്റ് അടിച്ച് കയറ്റുമ്പം ഈ മുഖത്തുള്ള മോഹരു ഉൾപ്പെടെ തെളിഞ്ഞു വരൂല്ലേ? റിഹേഴ്സൽ നോക്കിയപ്പോൾ പറഞ്ഞത് ഇനി കയറി വരരുത്, ഇവിടെ എവിടെയെങ്കിലും നിന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവനക്ക് നോക്കാം, അവൻ വഴി അറിയാമേ. അവന് എവിടുന്ന് വിളിച്ചാണ് വന്നത്? ചോദിക്കും, നിങ്ങൾ എന്താ ചോദിക്കണേ? എനിക്ക് അവിടെ നിർത്തുന്നത്, എനിക്കല്ലേ കൊണ്ട് തന്നത്. ഞാൻ ഇവിടെ തന്നെയല്ല സാർ, ഇവിടെയാണ് നിൽക്കാൻ പറഞ്ഞ, അവിടെ തന്നെയാണ്. നിങ്ങൾ ഇവിടെ വന്ന് ആദ്യം ഞാൻ പറഞ്ഞ മൂത്ത മോക്കുരുവന്റെ ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞ ഇവിടെ ഇങ്ങനെ ചേർന്നുണ്ടാക്കാൻ പറഞ്ഞ അവൻ ഇത്രയും പേടിച്ചിരുന്ന അവൻ എത്ര പേടിപ്പിച്ച എത്ര പാടോട്ട് കൊണ്ടുവന്ന് നിനക്കറിയാമോ? ചേട്ടാ, ഞാൻ കറക്റ്റ് നീ അവിടെ കേട്ടോണ്ടിരിക്കാമല്ലോ എന്തൊക്കെ പിന്നെ ഇത്രയും പേടിച്ചത്? എനിക്ക് അധികം കേൾക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഞാൻ ഇവിടെ സൈഡിൽ നിന്നിട്ട് കറണ്ട് ഇവിടെ വന്ന് ചില കേട്ട അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. അവിടെ റെക്കോർഡ് ചെയ്ത് നോക്ക്, നീ റെക്കോർഡ് ചെയ്തേക്കല്ലേ നോക്ക്. അത് നിന്നെ പോലെ മേക്കപ്പ് ഇട്ട് വന്നിരിക്കണമല്ല ഞാൻ.
ഒരാളെ ഒപ്പിക്കാൻ ഒരാളെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ കിടന്ന പാട് നീ മനഃപൂർവ്വം ചെയ്യുന്നോ ഇല്ലേ എന്ന് ഞാൻ പക്ഷെ നമ്മൾ ഇതുകൊണ്ട് മര്യാദയ്ക്ക് പോവായിരുന്നു. കട്ടേട് ആദ്യത്തെ പ്രാവശ്യമേ ആദ്യം അത് പൊളിഞ്ഞു. അവൻ പേടിച്ചതല്ലേ, ആ ചിലങ്ക അടിച്ച സമയത്ത് പേടിച്ചതല്ലേ. അവിടെ ഈ സാധനം ചെന്നപ്പം അവൻ പേടിച്ചോ ഇല്ലയോ? അവൻ പേടിച്ച് വിളിയല്ലായിരുന്നോ? പഠിച്ച് വിളിയല്ലായിരുന്നോ? നീ എത്ര പ്രാവശ്യം കേസ് ചെയ്തു? നീ അപ്പോൾ എത്ര പറഞ്ഞേ? അണ്ണാ ഓക്കെ, നീ ഓക്കെ പറഞ്ഞ നീ സാധനം ചെയ്തേ. നിനക്ക് മുഖക്കൂരി നിനക്ക് ആ പ്രശ്നമാണ്, നിനക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല. ശരി, എന്നിട്ടും അതോ ചെന്നെ പറഞ്ഞ അങ്ങോട്ട് മാറി ചെയ്യാൻ അത്രയും പേടിച്ചെന്ന് നിന്നാ കണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു പൊളിയണ്ട. നിങ്ങൾ കൂന്തിരിക്കോട്ട് പോച്ചാ പുകയിട്ട സാധനം അവിടെ വെച്ചിട്ട് എന്നെ എത്തിക്കാനല്ലോ അല്ലേ? അവളെ പുകയിട്ടിട്ട് മാറിക്കളയും. നീ അടുത്ത് മാറ്റുമെന്ന് പറഞ്ഞാൽ നീ മാറുമ്പോ നീ അടുത്ത് മാറ്റിയാ നീ എന്നിട്ടാണ് എക്സ്ക്യൂസ് വേണേ? നീ എന്നിട്ടാണ് എക്സ്ക്യൂസ് തരണേ? മറന്നുപോയി പെട്ടെന്ന്. അതാ മറഞ്ഞാണ് ഈ കണ്ട് പാവട്ടിയെ പോലെ പണിയതാ ഓരോ നോക്കിയിരിക്കണ്. നിങ്ങൾക്കൊക്കെ സാരി കൊടുക്കണം, വന്നിരിക്കണം. ഞാൻ ആർട്ടിസ്റ്റ്. ചേട്ടാ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുവോ? ചേട്ടൻ ഇത് വിവരമില്ലേ ചേട്ടാ? ഞാൻ മനഃപൂർവ്വം അങ്ങനെ ശരി, ചെയ്യുവോ? എനിക്ക് വിവരമല്ലോ വെച്ചോ. എന്തിനാണ് റിഹേഴ്സൽ ഉണ്ടാക്കിയേ? നീ പറ്റില്ല പറയാത്തെന്താ ചോദിച്ചേ? നീ പറ്റില്ല പറയാത്തെന്ത്? അപ്പൊ എന്നെ വിളിച്ച തള്ളക്കുള്ളി നീ കേട്ടാ, ഞാൻ പ്രോലെന്ന് അടി കൊള്ളൂടി. പറയുന്ന ചീത്ത അത്ര ഞാൻ കേൾക്കും. പക്ഷേ എന്നെ ആവശ്യമില്ലാതെ നീ ഒറ്റ എടുത്ത് കയറണം. അവന്റെ കൈയുടെ അടി കിട്ടിയ ഞാൻ ചത്തുപോയി. ആണെങ്കിൽ അവൻ എന്നെ ചട്ടി കുത്തി പിടിച്ചോണ്ടിരുന്നേ. ഞാനെല്ലാം ശരിയാണ് ഒരുത്തരം ഞാൻ പറഞ്ഞില്ല. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടോ, ഞാൻ എല്ലാവരും കീഴേ നിന്നിട്ട് ഞാനും അവരെ ഒന്ന് പഠിച്ചാൽ ഞാനും വന്നേ. നീ രണ്ട് വർഷമായിട്ട് ഉണ്ടാക്കിയല്ലേ? ഇനി പറഞ്ഞാൽ എന്തിനാ ഉണ്ടാക്കണമെന്ന് നീ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ആ ലൈറ്റ് വേറൊരാൾ പിടിക്കുമെന്നാണ് പറഞ്ഞത്. അവസാനം ഞാനാണ് പിടിക്കേണ്ടി വന്നത്. അരുൺ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, നീ പാറു നീ വക്കി ലൈറ്റ് കുഴപ്പമില്ല ഇങ്ങനെ പിടിച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് ഡയറക്ടർ പറഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ക്യാമറമാൻ അമർ ഫ്രെയിം വെച്ച് തന്നെ റിഹേഴ്സൽ ചെയ്യിപ്പിച്ചാ. ഞാൻ ചോദിക്കണം പറഞ്ഞ ജയിപ്പിച്ചാ പാർവതി ചെയ്യിപ്പിച്ചല്ലോ. നീ വന്നാ പിന്നെ അരുൺ ചേട്ടാ അത് പിടിക്കാൻ പറഞ്ഞു, ഇത് പിടിക്കാൻ പറഞ്ഞു. അതൊന്നും എക്സ്ക്യൂസ് പറയരുത്. പകൽ ചെയ്യണ സംഭവം ശരി. ഏതെങ്കിലും പഠിക്ക് പോകുമ്പോൾ എങ്ങനെയും പോവാം. ഈ യാത്ര ഒരാളെ വിശ്വസിച്ചോണ്ടിരിക്കുന്ന പാടി തന്നെ. ഞാൻ പറയട്ടെ, റിഹേഴ്സൽ ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തില്ല. നീ എക്സ്ക്യൂസ് ഉള്ളേ വൃത്തികെട്ട വർത്തനമാണ്. അതൊരു കാര്യമല്ല. എനിക്ക് പിടിക്കാൻ പറ്റൂല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഞാൻ റിഹേഴ്സൽ പോലെ ചെയ്തല്ല അങ്ങനെ പറയുന്നത്. നീ അതിനിടയ്ക്ക് ഫോൺ ചെയ്ത് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീ എല്ലാം ഓക്കെ ആയിട്ടാണ് നീ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന് വിചാരിച്ചു. ആള് കൊണ്ടുവരുന്നതിനുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ റിഹേഴ്സൽ വരെ എടുത്തത്. ഞാൻ ചോദിക്കും രാത്രി 12 മണിക്ക് ആരെ പോയി വിളിക്കും? പാറു പോയി വിളിച്ചോണ്ട് പറഞ്ഞെങ്കിൽ വിളിച്ചോണ്ടോ? ഞാൻ എപ്പിസോഡ് ചെയ്യാം. വിളിച്ചോ അപ്പോ ആരെങ്കിലും പോയി വിളിച്ചോ? ഞാൻ ഇല്ല, എനിക്ക് ഇന്ന് പറ്റൂല. സാർ പൊക്കോളാമോ, ഞാൻ ഇപ്പൊ പോകും. ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത് വേറെ ഒരാൾ ഇതിനകത്ത് നിന്നത് പോലെ അല്ല ഞാൻ നിന്നത്. ഞാൻ മര്യാദയ്ക്കാണ് നിന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മനഃപൂർവ്വം എന്തായാലും ഇതൊന്നും ചെയ്യൂല. എന്റെ കയ്യിൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കൊണ്ടുവന്ന ലൈറ്റ് തന്നു. അപ്പൊ അതും കൊണ്ട് നിന്നപ്പോഴായിരിക്കാം ഇത് സംഭവിച്ചത്. എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ഇത്. ആയിരിക്കാം. അതാണ് പാർവതി, അതാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. ഇന്ന് വരെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇത്രയും വർഷം ഒരു എപ്പിസോഡ് നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ത്രെഡ് സംസാരിച്ചല്ലാതെ ഇറങ്ങിയിട്ടല്ലാതെ ഇന്ന് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടാ? ഇത് നമ്മൾ ഇത് എവിടെയെങ്കിലും തെറ്റിപ്പോയതുകൊണ്ടില്ല. നിനക്ക് എത്ര പ്രാവശ്യം റിഹേഴ്സൽ വെച്ചേ? ഒന്ന് മനസ്സിലാക്കണം. നീ ചെയ്യാന്ന് പറഞ്ഞ ഈ സബ്ജക്ട് ഇപ്പോൾ വയ്ക്കൂല, അത് വേണ്ട, ആ സംഭവത്തിനകത്ത് പ്രശ്നം വരും, നമുക്ക് ബുദ്ധിമുട്ടാ, വലിയ സജ്ജീകരണം. അപ്പോൾ അവിടെ ആദ്യം മുൻകൈ എടുത്ത് പറഞ്ഞാടി തന്നെ. അത് പറഞ്ഞിട്ട് തന്നെ ഇത് പ്ലാൻ ചെയ്തേ തന്നെ. എന്നിട്ട് നീ ഇപ്പം വന്ന് നിസ്സാരം പോലെ അരുൺ ചെയ്തിട്ട് അരുണിന്റെ കയ്യിൽ മറ്റേ സാധനം കൊണ്ടുവന്നിട്ടാണ്. എത്ര വിവരമുണ്ട് പാർവതി? കുറെ നാളുകൊണ്ട് ഇത് ചെയ്യണം. ശരി, എനിക്ക് വിവരമില്ല, പക്ഷെ ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത് പറ എക്സ്ക്യൂസ്. ലൈറ്റ് കൊടുത്താൽ മാറി. എന്തിനാണ് ലൈറ്റ് എന്റെ കൈ കൊണ്ട് തന്നത്? നീ വന്നിരിക്കുന്ന സാധനമായിരുന്നു തന്നെ. ആയിക്കോട്ടെ, എന്റെ കയ്യിൽ എന്തിനാ ലൈറ്റ് കൊണ്ട് തന്നത്? പിന്നെ എന്തിനു തന്നത് എന്റെ കയ്യില്? ഒരു ഡയലോഗ് പോലും ഇതിനകത്ത് പറയണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നീ വന്ന് നിൽക്കുന്നതിലാണ് പ്രാധാന്യം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നിന്നാ മതി. ഒരാൾ കാണുമ്പോ അയാൾക്ക് ബാക്കി അവനാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. ഞാൻ പറയാണ് അതിനോട് മറ്റേ സാധനം കൊണ്ടുകൊടുത്തോണ്ട് നിനക്ക് ഒരുത്തരം കുറ്റം പറയാൻ യോഗ്യതയില്ല. ഒരുത്തരം കുറ്റം പറയാൻ പറ്റൂല. അത് ഞാൻ ചെയ്തോളാം. അങ്ങനെ തന്നെയാ എന്റെ. അതുകൊണ്ട് അവൻ തന്നു പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റുമോ? ഇത് നമ്മളെ ഉത്തരവാദിത്വം, നിന്റെ ഉത്തരവാദിത്വം. ഇത് എനിക്കിനി ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്. ഈ 12 മണിക്ക് ചെന്ന ആളിനെ പൊക്കിക്കൊണ്ടുവന്നേ. പക്ഷെ നിന്റെ ഭാഗത്തിന് ഞാൻ അങ്ങനെ എനിക്കിട്ട് തന്ന പണിയാണ്.
ഈ എപ്പിസോഡ് കൊളാക്കിയത് ആര്? ഞാനാണോ? പൊട്ടിച്ചത് ആര്? നീയാണോ പിന്നെ ആരാ? അല്ല, നീ പറഞ്ഞ ആര്? വേറെ ആര്? ഞാൻ മനഃപൂർവ്വം ചെയ്യോ? ഞാൻ പോ, മനഃപൂർവ്വം ഞാൻ വെള്ളം പിടിച്ച് പോ. നിങ്ങളെ പോലെ ചീത്ത വിളിക്കൽ പോ. ഇന്ന് ഞാൻ ഈ 12 മണിക്ക് ഞാൻ ഇന്ന് ആരെടുത്ത് പോവാൻ? ഇത്രയും പാടുപെട്ട് എത്ര രൂപയുടെ സാധനങ്ങളെന്ന് അറിയാം. പൂവും പൂക്കാലവും ഒക്കെ കൂടെ വാങ്ങിച്ച് എപ്പിസോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞിട്ട് വയ്യാണ്ടല്ലോ. ചെയ്യണുണ്ടോ? ഞങ്ങളായിട്ടല്ലേ ഇത്? കൊണ്ട് കള ഇവിടെ ആക്ക് വേണ്ടി. അച്ഛൻ പറഞ്ഞിട്ട് വയ്യാണ്ടല്ലോ. ഞാൻ ഇന്ന് കണ്ടോളാം. നീ വാ, ഇങ്ങോട്ട് വാ. തന്നെ മതി. നീ ഇവിടെ എന്നിട്ട് നിന്റെ ഇവിടെ തൊട്ട് താഴെ തന്നെ നിൽക്കാൻ പറഞ്ഞേ. തന്നെ പറഞ്ഞേ. എന്നിട്ട് നീ പിന്നെ എവിടെ വന്നു? നീ ഇതിനകത്തിനോട് തലയിട്ട ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്രയും ഇത്രയും കൊടുത്തല്ല അവ എങ്ങനെ നിന്റെ മോക്കൂര് കാണണേ? എനിക്ക് മനസ്സിലായല്ലോ, എനിക്ക് മനസ്സിലായി. എന്തൊരു മനസ്സിലായി? ആരാ മോഹം? എന്റെ മോഹം എനിക്ക് നേരത്തെ അറിയാലോ. എന്തിനു കരണ? ഇതേ കൗമുദിയുടെ ഹോംവർക്ക് കൊടുത്ത പരിപാടിയായിരുന്നു. അതിൽ പാർവതിയെ പറ്റിച്ചതാണ്. നാട്ടുകാരെ പറ്റിക്കണം. നിന്റെ ഇത്രയും നിനക്ക് തന്നില്ലെങ്കിൽ അന്നേരം ഉറക്കം വരില്ല. പറഞ്ഞാ കേള്, ഇത്രയും ആൾക്കാരെ പറ്റി വിഷമം തോന്നിച്ചില്ലേ? ഇപ്പൊ വിഷമം തോന്നണ രാത്രി ഇത്രയും റിസ്ക് സംഭവിച്ചാൽ നിന്നെ പറ്റിക്കാൻ പറ്റും. അഭിനയിക്കാൻ മാത്രം പറഞ്ഞു. അവൻ എന്റെ ഷർട്ടിൽ കൂത്തി ചീത്ത വിളിച്ചിട്ട് എക്സ്ട്രാ കൈ നിന്നൊക്കെ ഇട്ട് അവനാണ് ചീത്ത വിളിച്ചിട്ട് പയ്യ. എന്റെ അടുത്ത് ഇവര് 3 പേരും ഇതുവരെ പെട്ടിട്ടില്ല. അപ്പൊ എനിക്ക് രജിത്തേട്ടന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി രജിത്തേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്റെ പിടി വിട്ടു. സത്യം പറഞ്ഞ പിടി വിട്ടു. അത് കഴിഞ്ഞത് അടുത്ത ആള് വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. സനലിന് നമ്മുടെ ഒരു ക്യാഷ് പ്രൈസ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം.